ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. 2024 അവസാന ക്വാർട്ടറിലെ 8ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷമായിരുന്നു ഈ ക്വാർട്ടർ മുഴുവനും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 8ാമത്തെ പാഠം നിറവേറപ്പെടുന്ന പഴയ നിയമ പ്രവചനങ്ങൾ എന്ന പാഠത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ കൂടുതൽ വാക്യങ്ങൾ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ളത് തന്നെയാണ് നമ്മളിന്ന് പഠിക്കുന്നതും. പിന്നെ കുറച്ച് യെരമ്യാ പ്രവചനത്തിൽ നിന്നും സെഖരിയ പ്രവചനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ പാഠത്തിൻ്റെ മനഃപ്പാഠവാക്യം: എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്നപ്പ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ നിമിഷം വരെയും കാത്തു പരിപാലിച്ചല്ലോ നാഥ. ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങളിരുന്ന് അങ്ങയുടെ വചനം പഠിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ അടിയങ്ങളുടെ ഉള്ളിൽ അയച്ച് പിതാവേ എല്ലാം ശരിയായി ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ. ഇന്നും മനഃപ്പാഠവാക്യമായി നമ്മൾ കേട്ടത് യേശുവിൻ്റെ വാക്കുകൾ തന്നെയാണ്. എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. നമ്മൾ ഈ പാഠങ്ങളിലെല്ലാം പഠിച്ചുകൊണ്ടിരുന്നു. യോഹന്നാൻ യേശുവിനെ കുറിച്ച് എന്തൊക്കെ സാക്ഷ്യങ്ങൾ പറഞ്ഞു എന്നെല്ലാം നമ്മൾ കേട്ടായിരുന്നു ഈ കഴിഞ്ഞ പാഠങ്ങളിലെല്ലാം. പക്ഷേ യേശു പറയുന്നത് എനിക്ക് അതിലും വലിയ സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ സാക്ഷ്യം പറയുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളതിൻ്റെ സാക്ഷ്യം പറയുവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 1:10 നമ്മളിങ്ങനെ വായിക്കുന്നു: അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം മുഴുവനും അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. നമ്മൾ വായിച്ചിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം. ആദ്യം വായിക്കുമ്പോൾ തന്നെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് എഴുതിയിരിക്കുന്നു. സൃഷ്ടിച്ചതിലൊന്നും യേശുവിൽ കൂടെ അല്ലാതെ ഒന്നും നടന്നിട്ടില്ല, ഒരു സൃഷ്ടിയും നടന്നിട്ടില്ല. അപ്പം ലോകത്തിൻ്റെ ആരംഭം അല്ലെ സൃഷ്ടിക്ക് കാരണമായ ആള് തന്നെ യേശുവാണ്. ആ യേശു മനുഷ്യനല്ലാതെ, മനുഷ്യരൂപത്തിലല്ലാതെ ഈ ലോകത്തിലുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യനായിട്ട് വന്നപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കാരണം അവർക്ക് തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. കാരണം തിരുവെഴുത്തുകളിൽ യേശുവിൻ്റെ ഈ അവതാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒന്നാം വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഗ്രഹിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ മനസ്സിലെ ആ മൂടുപടം അത് യേശു എന്ന മിശിഹായെ തിരിച്ചറിയാൻ അവരെ സഹായിച്ചില്ല. അതുകൊണ്ടാണ് അവർക്കാർക്കും ലോകമോ അവനെ അറിഞ്ഞില്ല എന്ന് പറയുന്നത്. യേശു ഈ ലോകത്തിലേക്ക് വന്നിട്ടും അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. പിന്നെ യേശു ചെയ്ത അടയാളങ്ങൾ, അത്ഭുത പ്രവൃത്തികളെല്ലാം, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഈ തുടക്കം തുടങ്ങി പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പല അടയാളങ്ങളും യോഹന്നാൻ യേശു മെസ്സിഹായാണെന്ന് തിരിച്ചറിയുവാനായിട്ട് എഴുതിയിരിക്കുന്ന അടയാളങ്ങളുണ്ട്. അടയാളങ്ങൾ എന്നാണ് പറയുന്നത്. യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളതിൻ്റെ അടയാളങ്ങളായിരുന്നു അതെല്ലാം. കാണിച്ചത് കാനായിലെ വെള്ളം വീഞ്ഞാക്കിയത്, അത് ആദ്യത്തെ അടയാളമായിട്ട് കാണുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. പക്ഷേ ഈ അടയാളങ്ങൾ മാത്രം കൊണ്ട് നമുക്ക് മെസ്സിയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വേറെ പല പ്രവാചകന്മാരും, കള്ളപ്രവാചകന്മാർ പോലും ഇതുപോലെയുള്ള അടയാളങ്ങൾ, മറ്റു പല അടയാളങ്ങളൊക്കെ ലോകത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടയാളങ്ങൾ മാത്രം കൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. യേശുവിൻ്റെ സ്വന്തം വാക്കുകൾ പോലും അതിന് സാക്ഷ്യം പറയാണ്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കും: യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ എൻ്റെ പിതാവും ഞാനും ഒരുപോലെ പ്രവർത്തിക്കുകയാണെന്നാണ് യേശു അവിടെ സാക്ഷ്യം പറയുന്നത്. 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പിതാവ് പുത്രനെ സ്നേഹിക്കുകയും
താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് ലോകത്തിന് വേണ്ടി, അത് പുത്രനും കണ്ടിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞ പുത്രനാണത്. അപ്പോൾ യേശുവിന് അതുപോലെ തന്നെ പ്രവർത്തിക്കാനായിട്ട് കഴിയും. യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം തന്നെ ഇതായിരുന്നു. എന്താണ്? തന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യുക. അതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം. തൻ്റെ പിതാവിൻ്റെ വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം എന്ന് മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുക. അപ്പോൾ ദൈവം എന്നെ അയച്ചത് എന്തിനാണോ ആ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഒരു പ്രാവശ്യം യേശുവിനോട് മതപ്രമാണികൾ ചോദിച്ചു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറയുക. യേശു അവരോട് മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. പലപ്പോഴും ഇൻഡയറക്റ്റായിട്ടും യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ മിശിഹ ആണെന്ന്. അതാണ്, നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറയുക. നമ്മൾ പഠിച്ചു ഒരാളുടെ അടുത്ത് യേശു സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, ഞാനാകുന്നു മിശിഹ എന്ന്, ശമരിയക്കാരി സ്ത്രീയോട്. പക്ഷെ ഈ മത നേതാക്കളോട് പറഞ്ഞാൽ അതിന് പ്രശ്നമുണ്ടാകും. താൻ മശിഹ ആണ് നേരെ വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ തനിക്കെതിരെ കുറ്റം കണ്ടുപിടിക്കാൻ നടന്നിരുന്ന മത നേതാക്കൾ തൻ്റെ മേൽ ചാടി വീഴുമായിരുന്നു. യേശു ഇത് മനസ്സിലാക്കിയാണ് തൻ്റെ പ്രവൃത്തികളെ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ തൻ്റെ പ്രവൃത്തികൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ ആരുടെ പുത്രനാണ് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് യേശു പലപ്പോഴും ഇത് പറയുന്നത്, പിതാവ് ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് അവരോട് പറഞ്ഞിരുന്നെങ്കിൽ അവർക്കത് വളരെയധികം അവർ വെറുക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. യേശുവിനെ അവർക്ക് മിശിഹായിട്ട് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യേശു ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം ആ യേശു ആരായിരുന്നെന്നും എവിടെ നിന്ന് വന്നുവെന്നും എന്നതിനൊക്കെ ശക്തമായ സാക്ഷ്യങ്ങളായിരുന്നു. പക്ഷെ അവരത് മനസ്സിലാക്കിയില്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചതുമില്ല. ഈ മതനേതാക്കളിൽ കാണപ്പെട്ട കഠിന ഹൃദയങ്ങൾ ഉണ്ടാകാതെ സ്വയം സംരക്ഷിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയും? നമ്മുടെ തന്നെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തികളോട് നാം എങ്ങനെയായിരിക്കും മത്സരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവം പല അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നേയില്ല, അറിയാൻ ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയല്ല, അത് അങ്ങനെ വിശ്വസിച്ചാൽ നമ്മൾ വെറും മണ്ടന്മാരായി പോകുമോ ഈ ലോകത്തിൽ എന്ന് ഉള്ള ചിന്ത നമുക്കുണ്ട്. എല്ലാം ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു സൗഖ്യം വന്നാലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം സൗഖ്യം കൊടുത്താലും നമ്മളുടെ ഉള്ളിൽ നമ്മൾക്കറിയാം നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു, പക്ഷെ എന്നാലും മരുന്ന് കഴിച്ചതുകൊണ്ടായിരിക്കും സൗഖ്യം വന്നത് എന്ന് വിശ്വസിക്കാനാണ് നമ്മൾക്ക് കൂടുതലും താല്പര്യം. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിച്ചു, അതുകൊണ്ട് സൗഖ്യമായതാണെന്ന്. പക്ഷെ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുവാൻ പലപ്പോഴും നമുക്ക് മടിയാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് ദൈവം ചെയ്തതാണെന്ന് വിശ്വസിക്കുവാനും മറ്റുള്ളവരോട് പറയുവാനും പലപ്പോഴും നമ്മൾ മടി കാണിക്കുന്നു. അതങ്ങനെയല്ല, അത് അല്ലാതെ അങ്ങനെ സാധാരണ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് എന്ന് പറയാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം ആ അന്നത്തെ മതനേതാക്കളുടെ കഠിന ഹൃദയങ്ങളോട് തുല്യമായതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. തിരുവെഴുത്തുകളുടെ ആധികാരിക പങ്ക് എന്ന രണ്ടാമത്തെ പാഠം ഇങ്ങനെയാണ് വായിക്കുന്നത്. എല്ലാ തിരുവെഴുത്തുകളും യേശുവിനെ കുറിച്ചാണ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പഴയ നിയമത്തിൻ്റെ നമ്മൾ അതിന് പ്രത്യേകമായിട്ടൊരു വാക്യം യോഹന്നാൻ 5-ാം അധ്യായത്തിൽ തന്നെ, ഇപ്പം നമ്മൾ കഴിഞ്ഞു പോയ പാഠത്തിൽ നമ്മൾ 5-ാം അധ്യായമാണ് വായിച്ചത്. അതുപോലെ ഇതിലും 5-ാം അധ്യായം 39-ാമത്തെ വാക്യം, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. പലരും ഇത്രയും വായിച്ചു നിർത്തും. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. ഇതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിരൂപിക്കുന്നുവല്ലോ എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പലരും ഇത് വായിച്ചു നിർത്തിയിട്ട്
ഇത് വചനം വായിച്ചാൽ മതി, ഇത് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വാക്യങ്ങളും കൂടെ നമ്മൾ വായിക്കണം. ഈ 39-ാമത്തെ വാക്യത്തിൻ്റെ ലക്ഷ്യവും ഇത് തന്നെയായിരുന്നു. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ഈ തിരുവചനത്തിലൂടെ നമ്മൾ ആരെക്കുറിച്ചാണോ അറിയേണ്ടത് അയാളെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന വചനങ്ങളാണതെല്ലാം. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ വചനം പഠിക്കുന്നതുകൊണ്ട് നിർത്തരുത്. കാരണം 40-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, 39-ന്റെ അവസാനം അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, തിരുവെഴുത്തുകൾ എനിക്ക് സാക്ഷ്യം പറയുന്നു. 40-ാമത്തെ വാക്യം, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇത് യഹൂദന്മാരോട് ഡയറക്റ്റായിട്ട് യേശു പറഞ്ഞതാണ്. അവരുടെ കയ്യിലും തിരുവെഴുത്തുകളുണ്ട്. ഇത് വായിച്ച് പഠിച്ചാൽ മതി, ന്യായപ്രമാണം അതെല്ലാം ശരിയായിട്ട് അനുസരിച്ചാൽ മതി, ഞാൻ സ്വർഗത്തിൽ പോകും, എനിക്ക് നിത്യജീവൻ കിട്ടും എന്നാണ് അവർ പഠിച്ചിരുന്നതും വിശ്വസിച്ചിരുന്നതും. നമുക്കറിയാം നിക്കോദിമസ് എന്ന് പറയുന്ന ഒരു പരീശൻ്റെ ചിന്താഗതി അത് തന്നെയായിരുന്നു. യേശുവിനെ അടുത്ത് വന്നപ്പോൾ യേശു ഒരു നല്ല ടീച്ചറാണെന്ന് അദ്ദേഹം അംഗീകരിച്ചു. പക്ഷെ ദൈവപുത്രനാണെന്ന് അംഗീകരിക്കാനായിട്ടുള്ള മനസ്സില്ലായിരുന്നു. യേശു നല്ല ഒരു ദൈവത്തിൽ നിന്ന് വന്ന ഉപദേഷ്ടാവായി നീ വന്നിരിക്കുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ യേശു അയാളുടെ മുഖത്ത് നോക്കി തന്നെ ആദ്യം പറഞ്ഞത്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആരും സ്വർഗരാജ്യം കാണുകയില്ല. അതാണ് വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജീവൻ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതാണ് വീണ്ടും ജനിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. അതാണ് ഈ 40-ാമത്തെ വാക്യം വായിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 5:40. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. അവർ തിരുവചന വായനയിൽ തന്നെ അത് നിർത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് ആ വചനങ്ങൾ ആരെക്കുറിച്ചാണോ സാക്ഷ്യം പറയുന്നത് ആ ആളിലേക്ക് പോകാനായിട്ട് അവർക്ക് മനസ്സില്ലായിരുന്നു. 46-47 നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ മോശയെ വിശ്വസിച്ചെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? മോശെ അവർ വലിയ പ്രവാചകനായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. പക്ഷെ മോശ എഴുതിയതും മോശയുടെ പുസ്തകത്തിൽ ആരെക്കുറിച്ചാണ് സാക്ഷ്യം? യേശുവിനെ കുറിച്ചാണ്. പക്ഷെ ആ യേശുവിനെ അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു യഹൂദന്മാർക്കുള്ള പ്രശ്നം. ഈ സംഖ്യാപുസ്തകം 21-5 തുടങ്ങി 9 വരെയുള്ള ഭാഗത്ത് ഒരു പ്രത്യേക അവരുടെ കനാൻ യാത്രയിൽ, വാഗ്ദത്ത ദേശത്തേക്കുള്ള അവരുടെ യാത്രയിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സംഖ്യാപുസ്തകം 21-5 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളെ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? നിങ്ങൾ ഞങ്ങളെ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നീക്കിക്കളയുവാൻ മോശയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഇത് മരുഭൂമിയിൽ വെച്ച് നടന്ന കാര്യമാണ്. പക്ഷേ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് വീണ്ടും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. യേശു പറയുന്നതാണ്, മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇത് ഇവിടെ കാണിച്ച താമ്രസർപ്പം യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതീകമായിരുന്നു. ആ യേശുവിൽ നോക്കിയാലേ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായിട്ടായിരുന്നു അതിനെ നമ്മൾ കാണേണ്ടതും പഠിക്കേണ്ടതും. കാരണം സർപ്പം എന്തിൻ്റെ പ്രതീകമാണ്? പാപത്തിൻ്റെ പ്രതീകമാണ് സർപ്പം.
ആ സർപ്പത്തിൻ്റെ കടിയേറ്റ് എല്ലാവരും പാപികളായി, അല്ലെങ്കിൽ പാപത്താൽ നമ്മൾ പിശാചിൻ്റെ ആധിപത്യത്തിലായിരുന്നു നമ്മൾ പാപികളായി തീർന്നു. ആ പാപത്തിന് നമുക്ക് മോചനം വരണമെങ്കിൽ അതേപോലെ ഒരു സർപ്പം, അല്ലെങ്കിൽ നമുക്കറിയാം കുരിശിന്മേൽ ദൈവം യേശുവിനെ പാപമാക്കി എന്ന് നമ്മളൊരു വാക്യം വായിക്കുന്നു. 2 കൊരിന്ത്യർ 5:21 നമ്മളിങ്ങനെ വായിക്കുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പിതാവായ ദൈവം യേശുവിനെ പാപമാക്കി എന്നാണ് പറയുന്നത്. അത് കുരിശിന്മേലാണ് പാപമാക്കിയത്. അപ്പോൾ പാപത്തിൻ്റെ അർത്ഥം, യേശു പാപമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ശരിക്കും പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് പാപം എന്ന് പറയുന്നത്. അതാണ് ആദാമിനൊക്കെ സംഭവിച്ച ആദ്യത്തെ പാപം. പിന്നീടാണ് അനുസരണക്കേട് വരുന്നത്. അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആ വേർപാടാണ് ഏറ്റവും വലിയ പാപം. നമുക്കറിയാം ധൂർത്തപുത്രനും സംഭവിച്ചത്. അവൻ പിതാവിൽ നിന്ന് അകന്നു പോയതാണ് അവന് പറ്റിയ ഏറ്റവും വലിയ പാപം, അവൻ ചെയ്ത ഏറ്റവും വലിയ പാപം. അതാണ് പിന്നീട് അവന് മറ്റ് തെറ്റുകളിലേക്ക് വഴി തെളിച്ചത്. അപ്പോൾ ആ പാപമാണ് കുരിശിൽ വെച്ച് പിതാവ് തൻ്റെ പുത്രനിൽ നിന്നും വേർപെട്ടു. അതാണ് ഏറ്റവും വലിയ, യേശുവിന് സഹിക്കാൻ വയ്യാതിരുന്ന പാപം. പിതാവ് എന്നെ വിട്ടുകളഞ്ഞു, എന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞ് യേശു കരയുന്നത് അപ്പോഴാണ്. അതാണ് താമ്രസർപ്പത്തെ സൂചിപ്പിക്കുന്നത്. പാപത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ട് യേശു അവിടെ നിൽക്കുകയാണ്. അതാണ് ഇവരെ കടിച്ച പാപമാണ്, പാപത്തിൻ്റെ ഒരു പ്രതിരൂപമായിരുന്നു ആ സർപ്പം. ആ സർപ്പത്തിൻ്റെ കടിയേറ്റ്, അല്ലെങ്കിൽ പാപത്താൽ വീണിരിക്കുന്നവർ, അതേപോലത്തെ രൂപമുള്ള ഒരു സർപ്പം. ശരിക്കുള്ള പാപമല്ല, ദൈവം പാപം ആക്കിയതാണ് യേശുവിനെ. ശരിയായിട്ട് യേശു പാപം ചെയ്തിട്ടില്ല, പക്ഷെ ദൈവം അവനെ പാപമാക്കി. അതാണ് പിച്ചള സർപ്പമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ദൈവം യേശു ഇവിടെ ഇത് യേശു തന്നെ പറഞ്ഞതാണ്. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയല്ലോ, മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ഇത് യേശു പറയും തന്നിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. യേശു മാത്രമല്ല, മറ്റുള്ളവരും യേശുവിലേക്ക് ചൂണ്ടിക്കാട്ടുവാൻ പഴയ നിയമത്തെ ഉപയോഗിക്കുന്നു. നമുക്കറിയാം, നമ്മൾ 1-ാമത്തെ 2-ാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. അന്ത്രയോസും സ്നാപയോഹന്നാൻ്റെ മറ്റൊരു ശിഷ്യൻ, അത് യോഹന്നാനായിരിക്കും എന്നാണ് സുവിശേഷ എഴുത്തുകാരനായ യോഹന്നാനും അന്ത്രയോസും യേശുവിൻ്റെ വീട്ടിൽ പോയി. യേശു ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ പിന്തുടരുന്നത്? അപ്പോൾ പറഞ്ഞു, നീ എവിടെ താമസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, വന്ന് കാണുവിൻ. അങ്ങനെ അവർ യേശുവിനോടൊപ്പം പോയി താമസിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവർ അന്ത്രയോസിൻ്റെ ബ്രദറായിരുന്ന ശിമോൻ പത്രോസിനോട് പറഞ്ഞു, സാക്ഷ്യം പറയുകയാണ്, ഞങ്ങൾ മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നത്തെ വാക്യത്തിൽ നമ്മൾ ഫിലിപ്പോസ് ഇതുപോലെ യേശുവിനെ കണ്ടെത്തി, യേശുവുമായിട്ടൊരു ബന്ധത്തിലായി കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസ് നഥാനിയേലിനോട് പറയുന്നതാണ്, മോശയും പ്രവാചകന്മാരും ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം കാണിക്കുന്നത് യേശുവിനെ കുറിച്ചുള്ള അറിവ് ശരിയായ രീതിയിൽ അവർ പഠിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ ഫിലിപ്പോസിനെ പോലെ യേശുവിനെ കണ്ടെത്താമായിരുന്നു, മറ്റ് യഹൂദന്മാർക്കും കണ്ടെത്താമായിരുന്നു. കാരണം മോശയും പ്രവാചകന്മാരും എല്ലാം എഴുതിയിരുന്ന യേശുവിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ വായിക്കേണ്ടതായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം യേശുവും യോഹന്നാനും മനസ്സിലാക്കിയതുപോലെ തിരുവെഴുത്തുകളുടെ ആധികാരികതയെക്കുറിച്ച് ഈ വാക്യങ്ങൾ എന്താണ് പഠിക്കുന്നത്? തിരുവെഴുത്തുകൾക്ക് നമ്മുടെ വിശ്വാസ കാര്യത്തിൽ നിർണായകമായ എന്ത് പങ്കാണുള്ളത്? അപ്പോൾ ബൈബിളിലുള്ള നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാനായി ഒളിഞ്ഞും തെളിഞ്ഞും ഇക്കാലത്ത് പ്രവർത്തിക്കുന്ന ശക്തികൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം, തിരുവചനത്തിലുള്ള വിശ്വാസം. ഇത് സത്യമായിട്ടുള്ളതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിലും പഠിച്ചു, അന്ന് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നവരെ പോലെ അല്ലല്ലോ നമ്മളെന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്ക് യേശുവിനെ കണ്ട് യേശു പറയുന്ന കാര്യങ്ങൾ കേട്ട് അവർ വിശ്വസിച്ചു. പക്ഷെ നമുക്കതിലും വലിയ കാര്യം ദൈവം തന്നിരിക്കുകയാണ്. കാരണം അന്ന് യേശു അരുളി ചെയ്തതൊക്കെ ഇന്ന് നിവൃത്തിയായിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ വിശ്വാസം നമുക്കാണ് ഉണ്ടാകുന്നത്.
അതേപോലെ മോശയും പ്രവാചകന്മാരും എഴുതിയത് നിവൃത്തിയായത് യേശുവിലാണ്. അപ്പോൾ യേശു അന്ന് ജീവിച്ചിരുന്ന സമയത്ത് എല്ലാവർക്കും യേശുവിൽ വിശ്വസിക്കാനുള്ള അവസരങ്ങൾ തിരുവെഴുത്തുകളിലൂടെ ദൈവം തന്നതാണ്. പക്ഷെ പലർക്കും യേശുവിന് അടുത്തേക്ക് പോകും. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ അവർക്ക് മനസ്സായില്ല. അതായിരുന്നു അവർക്ക് പറ്റിയ കുഴപ്പം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ യേശുവിനെ സംബന്ധിച്ച പഴയ നിയമ പ്രവചനങ്ങൾ എന്തൊക്കെയായിരുന്നു? അന്നത്തെ പ്രവചനങ്ങളിലൂടെ ഇപ്പം മോശയുടെ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞതെന്നാണ് നമ്മൾ വായിച്ചത്. ഇനി പ്രവചനങ്ങളിൽ എന്തൊക്കെയാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? കാരണം യേശു മലയിലെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാനല്ല നിവർത്തിപ്പാനാണ് വന്നത്. ന്യായപ്രമാണം എന്ന് പറയുന്നത് മോശയുടെ പുസ്തകങ്ങളാണ്. അപ്പോൾ മോശയുടെ പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുക? അതാണ് നമ്മളിപ്പോൾ ഈ 2 പാഠത്തിലായിട്ട് വായിച്ചത്. ഇനി പ്രവചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. യോഹന്നാൻ 1:23 അത് നമുക്ക് അറിയാം എന്താണെന്ന്. യോഹന്നാൻ്റെ പ്രസംഗത്തെക്കുറിച്ചാണ്. യോഹന്നാൻ 1:23 അതിനവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവിനെന്നും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറയാം. അപ്പോൾ യെശയ്യാ പ്രവാചകൻ ഇത് നേരത്തെ അരുളി ചെയ്തു, അതിപ്പോൾ നിവൃത്തിയായി. യേശുവിൻ്റെ സമയത്ത് യേശുവിന് വഴിയൊരുക്കുവാനായിട്ട് യോഹന്നാൻ സ്നാപകൻ വന്നു. യെശയ്യാ 40:3 അത് പറയുന്നത്. ഇനി യോഹന്നാൻ 2:16-17 പറയുന്നത്, വൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു മേശകളെ മറിച്ചിട്ട് പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. ഈ 2 കാര്യവും പ്രവചനത്തിലുള്ളതാണ്. അത് സങ്കീർത്തനം 69:9 നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. അത്രയും തീഷ്ണത യഹോവയുടെ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് യേശുവിനുണ്ടായിരുന്നു. അത് സങ്കീർത്തനത്തിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി യോഹന്നാൻ 7:38 എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അത് യെരമ്യാ പ്രവചനത്തിൽ ഉള്ളതാണ്. യെരമ്യാ പ്രവചനം 2:3 ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചവർ പൊട്ടക്കിണറുകളെ കുഴിക്കുന്നു, പൊട്ടക്കിണറുകളിൽ ആശ്രയിക്കുന്നു എന്നാണ് ആ വാക്യം പറയുന്നത്. അതുപോലെ യോഹന്നാൻ 19:36 നമ്മളിങ്ങനെ വായിക്കുന്നു. 19:36 അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. അത് സംഖ്യാപുസ്തകം 9:12 അത് കാണാം. കുഞ്ഞാട്, ഊനമില്ലാത്ത കുഞ്ഞാട്, അതിൻ്റെ ഒരു അസ്ഥി പോലും ഒടിക്കാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെല്ലാം നിവൃത്തിയായത് യേശുവിലാണ്. പ്രവചനത്തിൽ എന്തൊക്കെ പറഞ്ഞിരിക്കും അത് തൻ്റെ ജീവിതത്തിൽ അത് നിവൃത്തിയായി. ഓക്കെ, യേശു അങ്ങനെ തുടരെ തിരുവെഴുത്തുകളിലേക്ക് ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിലും എപ്പോഴാണ് ശിഷ്യന്മാർക്ക് മുൻപ് പറയപ്പെട്ടിരുന്നതൊക്കെ യേശുവിനെ ചൂണ്ടിക്കാട്ടുന്നവായിരുന്നെന്ന് അന്തിമമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. യേശുവിനോടൊപ്പം ഈ ശിഷ്യന്മാർ 3.5 വർഷമുണ്ടായിട്ടും യേശു പലപ്പോഴും അവരുടെ ശ്രദ്ധ തിരുവെഴുത്തുകളിലേക്ക് തിരിച്ചിട്ടും, കണ്ടോ ഈ തിരുവെഴുത്തുകളിൽ എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, അതിപ്പോൾ നിവൃത്തിയായിരിക്കുകയാണ്, മറ്റേ തിരുവെഴുത്തുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുക അത് നിവൃത്തിയായിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടും അവർ ഗ്രഹിക്കാതിരുന്നു. പക്ഷെ അവസാനം അവർക്കത് ഗ്രാഹ്യമായി. അതെപ്പോഴാണ് നോക്കാം. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷപ്പെട്ട ശേഷം മാത്രമാണ് ഒടുവിലായി അത് ഗ്രഹിച്ചത്. അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശിഷ്യന്മാർ ഓർത്തു, തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. യേശു അത് യോഹന്നാൻ 20:9 യേശു പറഞ്ഞു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് അയ്യോ ഇങ്ങനെ യേശു പറഞ്ഞിട്ടുണ്ടല്ലോ എന്നവർ ഓർക്കുകയും അപ്പോഴാണ് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പല പ്രവചനങ്ങൾ ഇപ്പം നമ്മൾ കണ്ട് അത് യേശുവിൽ നിവൃത്തിയാകുന്നതും കണ്ടു. ഇനി അതിൻ്റെ 2ാമത്തെ ഭാഗത്തിൽ വീണ്ടും കുറച്ചുകൂടെ പ്രവചനങ്ങളെക്കുറിച്ച് ഉണ്ട്.
ഇവിടെ കണക്കുകൂട്ടലുകൾ പലപ്പോഴും യേശുവിനെ കുറിച്ച് ഒത്തിരി പ്രവചനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം തന്നെ ഒരു 99% നിവൃത്തിയായി. ചിലതൊക്കെ ചിലപ്പോൾ നിവൃത്തിയായിട്ടില്ലായിരിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ ഈ എഴുത്തുകാരൻ കൊടുത്തിരിക്കുന്നത് ടെക്സസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ, ആ സ്ഥലത്തിൻ്റെ വിസ്തീർണത്തിന് അത്ര വണ്ണം നാണയങ്ങൾ ഇടുക, അതൊരു 2 അടി ഉയരത്തിൽ നാണയം നിരത്തുക എന്ന് വെച്ചാൽ അത് വലിയ ഒരു amount ആയിരിക്കും. അത്രയും നാണയങ്ങൾ നിരത്തിയിട്ട് അതിൽ ഒരെണ്ണം മാത്രം വേറൊരു കളർ അടിച്ച് ചുവപ്പ് നിറമുള്ള നാണയം അടിച്ച് ഒരു നാണയം ഇട്ടിട്ട് അത് ഒരാളുടെ കണ്ണ് കെട്ടിയിട്ട് അത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അയാൾക്കത് സാധിക്കത്തില്ല. അത്രയും നാണയത്തിൻ്റെ ഇടയിൽ ഒന്ന് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അതേപോലെയാണ് പ്രവചനങ്ങൾ ഒത്തിരി യേശുവിനെ കുറിച്ചുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും 1 2 എങ്ങാനും നിവൃത്തിയാകാത്തതുണ്ടെന്ന് നമുക്ക് തോന്നുന്നത് ഉണ്ടാകുമായിരിക്കും. പക്ഷെ അത് ഇതിന് യേശു ദൈവത്തിൻ്റെ പുത്രനല്ല എന്ന് തെളിയിക്കാനൊന്നും പറ്റത്തില്ല. അത് യേശു ദൈവപുത്രനായിരുന്നു, ദൈവമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണതെല്ലാം. ഓക്കെ, ഇതിലൊരു കാര്യം ഞാൻ വായിച്ചപ്പോൾ കണ്ടത്, ഞായറാഴ്ചത്തെ പാഠത്തിൽ അവിശ്വസിക്കുവാനാണ് ആളുകളെ തിരഞ്ഞെടുത്തത് എന്നല്ല അത് എഴുതേണ്ടിയിരുന്നേ. അവിശ്വസിക്കുവാനാണ് ആളുകൾ തിരഞ്ഞെടുത്തത് എന്ന് വെച്ചാൽ അതൊരു 5ാമത്തെ പാരഗ്രാഫിലാണ് ഞായറാഴ്ചത്തെ പാഠത്തിൽ. എന്നിരുന്നാലും നാം മുൻകണ്ടതുപോലെ ശക്തമായ അടയാളങ്ങളും പല ആളുകളുടെ സാക്ഷ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അവിശ്വസിക്കുവാനാണ് ആളുകൾ തിരഞ്ഞെടുത്തത്. വിശ്വസിക്കുന്നതിന് പകരം അവിശ്വസിക്കുവാനാണ് പലരും താല്പര്യപ്പെട്ടതും അവർ തിരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കുറച്ചും കൂടെ പഴയ നിയമ പ്രവചനങ്ങൾ എങ്ങനെയാണ് യേശുവിൽ നിറവേറിയതെന്ന് നമുക്ക് കാണാം. യോഹന്നാൻ 12:13. ഹോശന്ന, ഇസ്രായേലിൻ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. അത് നമുക്ക് സങ്കീർത്തനം 118:26 കാണാം. അതുപോലെ യോഹന്നാൻ ഇതേ അധ്യായത്തിൻ്റെ 14-15 യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി, സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു. അത് സെഖര്യാവ് 9:9. അതുപോലെ യോഹന്നാൻ 13:18 കാണുന്ന വാക്യം, നിങ്ങളെല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, എന്നെ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു, എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. അത് യൂദായെക്കുറിച്ച്, അത് സങ്കീർത്തനം 41:9. യോഹന്നാൻ 19:37 നമ്മളിങ്ങനെ വായിക്കുന്നു, തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു, അവർ കുത്തിയവനിലേക്ക് നോക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. സെഖര്യാവ് 12:10 ഈ വാക്യമുണ്ട്. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എത്രമാത്രം അടിയുറച്ചവരാണ്. എന്തുകൊണ്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? അപ്പോൾ എല്ലാ തിരുവെഴുത്തുകളും യേശുവിൽ നിറവേറിയിരിക്കുന്നതാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. നിറവേറപ്പെട്ട് നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. അപ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തേയില്ല. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, അതായിരിക്കണം. ആദ്യമേ നമ്മൾ തിരുവെഴുത്തുകളെക്കുറിച്ച് ശരിയായിട്ട് അറിവുള്ളവരായിരിക്കുക. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ശരിയായിട്ട് വിശ്വസിക്കാനും സാധിക്കും. പലപ്പോഴും നമ്മൾ തിരുവെഴുത്തുകൾ വായിക്കുന്നില്ല, പഠിക്കുന്നില്ല. അതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. കീഴിൽ നിന്നുള്ളവർ എന്ന ഒരു തലക്കെട്ടാണ് വ്യാഴാഴ്ചത്തെ പാഠം. യേശു എങ്ങനെയാണ് പ്രവചിക്കപ്പെട്ടിരുന്ന മിശിഹ ആയിരിക്കുന്നതെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഇതുവരെയുള്ള പഠനത്തിൽ നിന്ന് നാം കണ്ടെത്തി. അതായിരുന്നു യഹൂദജനം ഇത്ര കാലം കാത്തുവച്ചിരുന്ന വലിയ പ്രത്യാശ. യേശു എങ്ങനെയാണ് പ്രവചിക്കപ്പെട്ട മിശിഹ ആയിരിക്കുന്നതെന്ന് ഇതുവരെ നമ്മൾ പഠിച്ചതിൽ മനസ്സിലായി. യേശു ചെയ്ത അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും തിരുവെഴുത്തുകളുടെ നിറവേറലിനേക്കാൾ നിവൃത്തിയായപ്പെട്ട തിരുവെഴുത്തുകളാലും നമുക്ക് മനസ്സിലാകും യേശു തന്നെയാണ് പിതാവ് വാഗ്ദത്തം ചെയ്ത മിശിഹ എന്ന് മനസ്സിലാകും. ഇനി യോഹന്നാൻ 8:12-30 വരെ നമ്മൾ വായിക്കുമ്പോൾ യേശു മതനേതാക്കൾക്ക് കൊടുക്കുന്ന കുറേ ഉപദേശങ്ങൾ, അവരുടെ ശാസനകളൊക്കെയാണ് അതിൽ കാണുന്നത്.
യേശുവിന് മതനേതാക്കൾക്കിടയിലെ വലിയ ശക്തി ഇവിടെ എന്താണ്? പലരും യേശുവിനെ തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടെന്ന് ഏറ്റവും നന്നായി വിവരിക്കുന്ന വേദഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 8:19 നമുക്ക് വായിക്കാം. അവർ അവനോട്, നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആയിട്ട് അറിയുന്നില്ല. എന്നെ അറിഞ്ഞെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇതാണ് യേശുവിൻ്റെ, നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ യേശുവിൻ്റെ ഉത്തരം ഇതാണ്. നിങ്ങൾക്ക് അതൊന്നും അറിയില്ല, നിങ്ങൾ വചനം പഠിക്കുന്നില്ല. ആ വചനത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് അതുകൊണ്ട്. നിങ്ങൾ എന്നെ അറിഞ്ഞെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും ദൗത്യം ഒന്ന് തന്നെയായിരുന്നു. മനുഷ്യൻ്റെ രക്ഷ തന്നെയായിരുന്നു അവരുടെ ദൗത്യം. അതറിയാത്തത് കൊണ്ടാണ് അവർ അത് തിരിച്ചറിയാതിരുന്നത്. പിന്നെ വേറൊരു കാര്യം യേശു പറയുന്നത്, രണ്ടാമതായിട്ട് അവർക്ക് തമ്മിലുള്ള മതനേതാക്കൾക്ക് യേശുവിന് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതെന്ന് പറയുന്ന, അവർ അറിയുന്നില്ല, അവർക്ക് വചനം അവർ ശരിയായിട്ട് മനസ്സിലാക്കാതെ സ്വയം വഞ്ചിതരായിത്തീർന്നു. അവരുടെ പാരമ്പര്യ ചിന്തകളിലും തത്വങ്ങളിലും കുടുങ്ങിപ്പോയി. അതുകൊണ്ട് അവർക്ക് തിരുവചനങ്ങൾ ശരിയായി ഗ്രഹിക്കാനും കഴിഞ്ഞില്ല. തിരുവചനത്തെ പറഞ്ഞ ആൾ അവരുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പാരമ്പര്യങ്ങളിലും അവരുടെ തത്വങ്ങളിലും അവർ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ യേശുവും മതനേതാക്കളും തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, യോഹന്നാൻ 8:23 ഇങ്ങനെ വായിക്കും നമ്മൾ. അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളതല്ല. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മൾക്ക് 2-3 സ്ഥലത്ത് കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 3-31 നമ്മളിങ്ങനെ വായിക്കുന്നു. ഇത് യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യമാണ്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാവുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. ഇതാണ് യേശുവിൻ്റെ ഉപദേശങ്ങൾക്കും മറ്റ് പ്രവാചകന്മാരുടെ ഉപദേശങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസം. നമുക്കറിയാം, ഈ അന്ത്യകാലമായപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. അത് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ദൈവം പണ്ട്, എബ്രായ ലേഖനം 1:1-2 ഞാൻ വായിക്കുന്നത്. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞതിനും പുത്രൻ പറഞ്ഞതിനും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കുക, അന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ദൂത് തന്നെയാണ് ഇപ്പോഴും യേശു വന്നിട്ടും പറയുന്നതെന്ന്. അല്ല, അതിൽ വ്യത്യാസമുണ്ട്. കാരണം ഇതാണ് വ്യത്യാസം. എന്താണ്? സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. പ്രവാചകന്മാർക്ക് ദൈവം അരുളി ചെയ്തു കൊടുത്തത് മാത്രമേ പറയാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ യേശുവിന് അങ്ങനെയല്ല. താൻ അവിടെ കണ്ടതും കേട്ടതും എല്ലാം പറയാനായിട്ട് യേശുവിന് കഴിയും. അതുകൊണ്ടാണ് യേശുവിൻ്റെ ഉപദേശത്തിനും യേശുവിൻ്റെ ദൗത്യത്തിനും വ്യത്യാസമുണ്ടായിരുന്നു എന്ന് പറയുന്നത്. വേറൊരു വാക്യം കൂടി അതിനെ സാധൂകരിക്കാനായിട്ട് യേശു പറയുന്ന 8-ാം അധ്യായം, യോഹന്നാൻ 8:23 നമ്മൾ ആദ്യം വായിച്ചത്. ഇനി 8:38 ഇങ്ങനെ വായിക്കുന്നു. പിതാവിൻ്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ പിതാവിൽ നിന്ന് കേട്ടതാണ് ബാക്കി എല്ലാവർക്കും പറയാൻ പറ്റുന്നത്, ഏത് പ്രവാചകന്മാർക്കും പറയാൻ പറ്റുന്നത്. പക്ഷേ എനിക്ക്, അല്ലെങ്കിൽ യേശു പറയുന്ന, തനിക്ക് താൻ കണ്ടിട്ടുള്ളത് പറയാനായിട്ട് സാധിക്കും. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഒരാൾ സ്വർഗീയൻ, മറ്റുള്ളവരൊക്കെ ഭൗമികർ. അവരെല്ലാം കീഴിൽ നിന്നുള്ളവർ എന്നാണ് പറയുന്നത്. അവർക്ക് ശരിക്കും ദൈവീകത ഉള്ളവരല്ലായിരുന്നു. അവർ വെറും മനുഷ്യർ മാത്രമായിരുന്നു. പക്ഷേ യേശു അങ്ങനെയല്ല, ദൈവവും മനുഷ്യനുമായിരുന്നു. അതാണ് വ്യത്യാസം. അവിടെ പിന്നെ 2 തിമോത്തി 3:5 പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും കേട്ടതാണ്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിട്ട് നടക്കുന്നവരാണ് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു പുതിയ കാര്യമായിരുന്നല്ലോ. ഈ ജനം അടുത്ത് വന്ന് വായ കൊണ്ടും മധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നെങ്കിലും തങ്ങളുടെ ഹൃദയങ്ങളെ അവർ എന്നിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മനുഷ്യകൽപ്പന എത്രയേ.
എന്ന് മുൻകൂട്ടി തന്നെ കുറിക്കപ്പെട്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതാണ്. അവർ എൻ്റെ അടുത്ത് വന്ന് എന്നെ ബഹുമാനിക്കുക, അതരം കൊണ്ട് ബഹുമാനിക്കുകയൊക്കെ ചെയ്യുകയാണ്, പക്ഷേ അവരുടെ ഹൃദയം എന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. ഇതാണോ നമ്മൾ ഓരോ ശബ്ദത്തിലും ചെയ്യുന്നതെന്ന് നമ്മൾ ഓർത്ത് നോക്കുക. നമ്മൾ പള്ളിയിൽ ചെന്ന് ഒത്തിരി പാട്ടുകൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നു, വചനം കേൾക്കുന്നു, പഠിക്കുന്നു, പക്ഷേ നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് മാത്രമാണ് നമ്മളെ അന്ത്യകാലത്ത്, അവസാന കാലത്തുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്. നമ്മളുടെ ആ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതേ വാക്കുകൾ യേശുവിൻ്റെ ശബ്ദത്തിൽ അന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് യേശു വീണ്ടും ആവർത്തിയാണ്. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. മാനുഷ്യ കൽപ്പനകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, അതായിരുന്നു യഹൂദന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ അവരുടെ മാനുഷിക ഉപദേശങ്ങൾ, അവരുടെ മാനുഷിക കൽപ്പനകളെല്ലാം ഈ ലോകത്തിൻ്റേതായിരുന്നു. പിന്നീട് യേശു പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ഈ മാനുഷിക കൽപ്പനകൾ എന്നുദ്ദേശിക്കുന്നത് 10 കൽപ്പനകളല്ല. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ശബദ്, ആ പഴയ നിയമ എഴുത്തുകൾക്കും പുതിയ നിയമ എഴുത്തുകളുടെ ഇടയിൽ, അല്ലെങ്കിൽ മലാക്കി പ്രവചകൻ കഴിഞ്ഞിട്ട് ഏകദേശം 400 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അന്ന് പ്രവാചകന്മാർ ആരും ഇല്ലാതിരുന്ന ആ സമയത്ത് ശാസ്ത്രിമാരും പരീശന്മാരും പുരോഹിതന്മാരും എല്ലാവരും കൂടെ ഇരുന്ന് കുറേ കൽപ്പനകൾ എഴുതിയുണ്ടാക്കി. അതാണ് ശബദിനെ കൂടുതൽ കഠിനമാക്കിയത്. അവർക്കതിൻ്റെ ന്യായീകരണം എന്ന് പറയുന്നത് യെരമ്യാ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. യെരമ്യാ പ്രവചനം 17 യെരമ്യാ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സൂക്ഷിച്ചുകൊള്ളുവിൻ, ശബദ് നാളിൽ യാതൊരു ചുമടും ചുമന്ന് യെരുശലേമിൻ്റെ വാതിലുകൾ കൂടി അകത്തു കൊണ്ടുവരരുത്. ശബദ് നാളിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് യാതൊരു ചുമടും പുറത്തു കൊണ്ടുപോകാതെയും യാതൊരു വേലയും ചെയ്യാതെ ശബദ് നാൾ വിശുദ്ധീകരിക്കുവിൻ. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ അങ്ങനെ കൽപ്പിച്ചുവല്ലോ എന്ന് യെരമ്യാ 17:19 തുടങ്ങി ഇങ്ങനെ വായിക്കാം. അത് കഴിഞ്ഞിട്ട് അവസാനം യെരമ്യാ പ്രവാചകൻ പറയുന്നത്, നിങ്ങളിങ്ങനെ ശബദുകളെ ലംഘിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ രാജ്യം മറ്റ് രാജാക്കന്മാർ വന്ന് കീഴടക്കുന്നതും ദാവീദിൻ്റെ സിംഹാസനം സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാത്തതും അതുകൊണ്ടാണെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു, അവരെ ഉപദേശിച്ചിരുന്നു. അതുപോലെ അവരെ അത് കഴിഞ്ഞ് നെബൂഖദ്നേസർ പിടിച്ചു കൊണ്ടുപോയി. 70 വർഷത്തെ പ്രവാസം കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് എസ്രായുടെയും നെഹ്മായുടെയും നേതൃത്വത്തിൽ അവർ ദേവാലയം പുതുക്കി പണിയൊക്കെ ചെയ്തിട്ടും അപ്പോഴും നെഹ്മായയും അത് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് നെഹ്മായുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ശബത്ത് നാളിൽ അന്ന് മറ്റ് ജാതികൾ അവരുടെ അവരുടെ മതിലുകൾക്കകത്ത് വന്ന് മത്സ്യം വിൽക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു ശബത്ത് നാളിൽ. അതിനെല്ലാം നെഹ്മായ തടഞ്ഞു. അപ്പം ഇതെല്ലാം അവരുടെ മനസ്സിലിരുന്നുകൊണ്ടായിരിക്കാം അവരുടെ വിചാരം മുഴുവൻ, ഇനിയും നമ്മൾ ആരുടെ അടിമകളായി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ശബദ് ശരിയായിട്ട് അനുസരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം അവരിതുപോലെയുള്ള കുറേ കൽപ്പനകൾ, നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിലാണെന്ന് തോന്നുന്നത് പഠിച്ചത്, ഒത്തിരി മാനുഷികമായ കൽപ്പനകൾ അവർ എഴുതിയുണ്ടാക്കി. അതിൽ പറയുന്നതാണ് ഈ ശബദിനെ കഠിനമാക്കുന്ന കുറേ കൽപ്പനകൾ. കിടക്കെടുത്തോ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാപമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് യേശു അത് പറഞ്ഞപ്പോഴും അവർക്കത് അംഗീകരിക്കാൻ പറ്റാതിരുന്നത്. പക്ഷേ യേശു അത് എങ്ങനെയാണ് ശബ്ദം അനുസരിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ അവർ എല്ലാ ചെറിയ കാര്യങ്ങളിലെല്ലാം എന്താണ് ജീരകം, ചതകുപ്പ് എന്ന എല്ലാത്തിലും നിങ്ങൾ പദാരം കൊടുക്കുന്നു, പക്ഷെ ന്യായപ്രമാണത്തിൽ ഗഹനമായ കാര്യങ്ങളെ, ആഴമായ കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ദയാകരുണ എന്ന കാര്യങ്ങളെല്ലാം അവർ വിട്ടുകളയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് യേശു അവരെക്കുറിച്ച് പറഞ്ഞത്. ഇതെല്ലാം ഒരു മാനുഷിക കൽപ്പനകളാണ്, ഈ ലോകത്തിൽ നിന്നുള്ളവർ എഴുതിയുണ്ടാക്കിയ കൽപ്പനകളാണ്. പക്ഷെ ദൈവം കൊടുത്ത കൽപ്പന, യേശു ദൈവവും മനുഷ്യനുമായിരുന്നു. ആ കൊടുത്ത കൽപ്പനകളാണ് ദൈവികമായത്. അത് നമ്മൾ ദൈവം എങ്ങനെയാണോ പറഞ്ഞത് അത് യേശു പറഞ്ഞു തന്നു. എങ്ങനെയാണ് അതെങ്ങനെയാണ് ഓരോ കൽപ്പനകൾ അനുസരിക്കേണ്ടതെന്ന് മലയാളി പ്രസംഗത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ അനുസരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് നമ്മൾ ദൈവകൽപ്പന അനുസരിക്കുന്നവരായിട്ട് തീരുന്നത്. അപ്പോൾ അതാണ് കീഴിൽ നിന്നുള്ളവർ എന്ന സ്ഥിതി മാറ്റി മേലിൽ നിന്നുള്ളവർ ആകുവാൻ നമുക്ക് എങ്ങനെ കഴിയും? അതാണ് ഒരു ചോദ്യം.
കീഴിൽ നിന്നുള്ളവരാണ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട ദയ, കരുണ, മനസ്സലിവ് എന്നുള്ളത് മറന്നു പോവുകയും ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമ്മളും കീഴിൽ നിന്നുള്ളവരാണ്, പക്ഷെ എങ്ങനെ നമുക്ക് മേലിൽ നിന്നുള്ളവരാകാൻ കഴിയുന്നത്? ആ യേശുവിൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ യേശു വസിക്കുമ്പോൾ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ യേശുവാണ് നമ്മുടെ ചിന്തകളെയൊക്കെ നിയന്ത്രിക്കുന്നതെങ്കിൽ നമ്മൾ മേലിൽ നിന്നുള്ളവരായിത്തീരും, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരും. കാരണം യേശു പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ആ യേശുവിൽ വിശ്വസിക്കാൻ, യേശു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മളും ആ രീതിയിൽ ആയിത്തീരും. ദൈവമക്കളെ പോലെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. അങ്ങനെയാണ് നമ്മൾ കീഴിൽ നിന്നുള്ളവരായ നമുക്ക് മേലിൽ നിന്നുള്ളവരാകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. സ്തുതിക്കുന്നപ്പാ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം ശരിയായി പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ നാഥ. കൂടെയിരിക്കണം. ഇന്ന് കേട്ട എല്ലാ കാര്യങ്ങൾക്കായിട്ട് സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് മാറ്റം വരുവാനും എൻ്റെ ദൈവം സഹായിക്കണം. യേശുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.